അരുൺ അത് ചേരുന്നുണ്ട്. അരുൺ, അവിടെ എന്താണ് ഇപ്പോൾ വിംസ് ആശുപത്രിക്ക് മുന്നിലാണല്ലോ അരുൺ ഉള്ളത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്. ആശുപത്രി ജംഗ്ഷനിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് കടന്നു പോകുന്നത്. ഇവിടെ വെച്ചാണ് മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ സമയത്തിനകം പ്രധാനമന്ത്രി സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തും എന്നുള്ളതാണ്. അപ്പോഴും നമുക്കറിയേണ്ടത് ഈ 4 പേരുമായി പ്രധാനമന്ത്രി സംസാരിച്ചു, ഒപ്പം അവിടെയുള്ളവരെ എല്ലാം സന്ദർശിച്ചു. ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്, അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ ആളുകളുടെയൊക്കെ എത്ര വേദനയുള്ള കഥകൾ, എത്ര അവരുടെ അനുഭവങ്ങൾ, ഇതെല്ലാം നേരിട്ട് തന്നെ പ്രധാനമന്ത്രി അറിയും എന്നുള്ളത് നമുക്ക് കൂടി ആശ്വാസമാണ്. കാരണം നമ്മളൊക്കെ കണ്ടതാണ് അരുണിൻ്റെ കാഴ്ച, നമ്മളൊക്കെ കണ്ടതാണ് നൗഫലിൻ്റെ കാഴ്ച, നമ്മളൊക്കെ കണ്ടതാണ് ഹെഡ് മാസ്റ്റർ പൊട്ടിക്കരച്ചിൽ. അത്തരത്തിൽ എത്രയോ മനുഷ്യരുണ്ട്, എത്രയോ അതിജീവിക്കണം എന്ന് ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്ന ആ ദുരന്തത്തിന്റെ മുറിവ് എക്കാലവും ആയുഷ്കാലം മുഴുവൻ ഒരു മുറിവായി അവശേഷിക്കുന്ന മനുഷ്യർ ഓരോരുത്തർക്കും പറയാൻ ഓരോ അനുഭവങ്ങളുണ്ട്. ആ നിർവികാരതയിൽ, ആ മരവിപ്പിലായിരുന്നു നാടെങ്കിൽ ഇനി നമുക്ക് വേണ്ടത് അതിജീവനത്തിന്റെ നാളുകളാണ്. കഴുത്തറ്റം മുങ്ങിക്കിടന്ന, ചെളിയിൽ മുങ്ങിക്കിടന്ന അരുൺ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഈ ദുരന്തങ്ങൾക്കിടയിലും ഈ വേദനകൾക്കിടയിലും പ്രതീക്ഷയായി അരുൺ അവിടെയുണ്ട്. ഈ കുടുംബത്തെ നഷ്ടപ്പെട്ട് നട്ടല് തകർന്ന് കിടക്കുന്ന അനിൽ അവിടെയുണ്ട്. അനിലിനും ജീവിതത്തിലേക്ക് ആ നാടിനോടൊപ്പം ചേരണം, ഇനിയും മടങ്ങിയെത്തണമെന്ന പ്രതീക്ഷ അവശേഷിക്കുന്നുണ്ട്. 8 വയസ്സുകാരിയായ അവന്തികയുണ്ട്. പലരുടെ രക്ഷാകരങ്ങളാൽ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ അവന്തികയ്ക്ക് പക്ഷേ കൂടെയുള്ള സഹോദരങ്ങളെ, അച്ഛനെയും അമ്മയെയും എല്ലാം ഉറ്റവരെയെല്ലാം നഷ്ടമായിരിക്കുന്നു. ഒപ്പം ഈ നാടിൻ്റെ ഭംഗി കാണാൻ എത്തിയ ഈ ഒഡീഷയിൽ നിന്നുള്ള സംഘം, അതിലുണ്ടായിരുന്ന സുഹൃതി, അവർക്ക് ഈ ശ്വാസകോശത്തെയൊക്കെ രൂക്ഷമായി തന്നെ ബാധിച്ച ചികിത്സയിലായിരുന്നു. അതിനെയും അതിജീവിച്ച് അവർ മടങ്ങിയെത്തുന്നു. ഇവരോടൊക്കെ പ്രധാനമന്ത്രി ഇവരൊക്കെ ആ ഒരു അതിജീവനത്തിന്റെ ചിത്രങ്ങളാണ്. ഇവരോടൊക്കെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അത് നാടിന് തന്നെ ആശ്വാസമുള്ള കാഴ്ചയാണ്. അങ്ങനെ അത്തരത്തിലുള്ള എല്ലാവരെയും, വാർഡിലുള്ള എല്ലാവരെയും പ്രധാനമന്ത്രി കാണും. 48 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്, വിംസ് ആശുപത്രിയിൽ. വിംസ് ആശുപത്രി നേരത്തെ നമുക്ക് ഏറ്റവും ഭീകര കാഴ്ചകൾ സമ്മാനിച്ചിടമായിരുന്നു. കാരണം അപകടത്തിൽപ്പെട്ട് ഒന്നും അറിയാതെ എത്തിയ മനുഷ്യർ, കൂടെയുള്ളവരെയൊക്കെ തൊട്ടടുത്ത കട്ടിലേക്ക് തിരയുന്ന മനുഷ്യരെ നമ്മൾ കണ്ടു. പക്ഷേ ഇന്ന് വിംസ് ആശുപത്രിയുടെ അതിജീവനത്തിന്റെ കാഴ്ചയാണ്. അവിടെയുള്ളവരെല്ലാം ഈ വലിയ ദുരന്തത്തെ അതിജീവിച്ചവരാണെന്നൊരു ആശ്വാസം വിംസ് ആശുപത്രിയിലുണ്ട്. അങ്ങനെ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്ന 2 പേരാണ് ICUവിലുള്ളത്. 48 പേരുണ്ട്. 4 പേരുമായി സംസാരിക്കുകയും ചെയ്യും. ഇവരെല്ലാം നാടിനൊപ്പമുണ്ട്, രാജ്യത്തിനൊപ്പമുണ്ട് എന്നുള്ള കാഴ്ച പല കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പല കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അപ്പോൾ നാട് ഒപ്പമുണ്ട് എന്നുള്ളത് വിളിച്ചു പറയാനായി തന്നെയാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതികരണങ്ങളിൽ ഒന്ന് തന്നെയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. അപ്പോൾ അവിടെ ഈ നമുക്ക് ആശ്വാസത്തിൻ്റെ കരങ്ങൾ അവർ കേൾക്കേണ്ടതുണ്ട്. നമ്മൾ ഒത്തൊരുമയോടെ, നമ്മൾ ഈ ദുരന്തമുഖത്ത് കണ്ട പോലെ ഒറ്റക്കെട്ടായി കൈകോർത്ത് നമ്മൾ വടം വലിച്ചു ഉൾപ്പെടെ നീക്കിയ പ്രതിസന്ധികളെ മറികടന്ന പോലെ ഇനിയുള്ള അതിജീവനത്തിലും നമ്മൾ കൈകോർക്കണം. ഇനി നമ്മൾ ഈ എന്തെല്ലാം പ്രതിസന്ധികൾ വരുമ്പോഴും അക്പോരുണ്ടാകുമ്പോഴൊക്കെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഈ ആപത്ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിന്ന ചരിത്രമേ നമുക്കുള്ളൂ, കേരളത്തിനുള്ളൂ. മുൻകാല ചരിത്രങ്ങൾ, അതിജീവനത്തിൻ്റെ കഥകൾ പറയാൻ ഏറെയുണ്ട് നമുക്ക്. അത്തരത്തിലുള്ള കഥകളാണ് നമ്മൾ പറയേണ്ടത്. ഈ വേദന നമ്മൾ മറക്കുന്നില്ല, ഈ വേദന നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. ഈ വേദന ഒരു മുറിവായി നമുക്ക് കിടക്കുന്നുണ്ട്. അതിലൂടെ വേണം നമുക്ക് അതിജീവിക്കാൻ. ഈ ഭൂപടത്തിൽ നിന്നേ ഇല്ലാതെ പോയ ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 11 നാളും. ഇനി നമുക്ക് പറയേണ്ടത് ഇങ്ങനെ ഇല്ലാതായി പോയ നാടിനെ വീണ്ടെടുത്ത കഥയാണ്. അങ്ങനെ പറയണം നമുക്ക്, അങ്ങനെ പറയാനുള്ള അവസരം ഒരുങ്ങണം നമുക്ക്. അതിനുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് നമ്മളുള്ളത്. നമുക്ക് ആശ്വാസമുള്ള വാർത്തകൾ തന്നെ വേണം. പ്രധാനമന്ത്രിയെ കാണാനായി തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോഴും അവരുടെ കണ്ണിൽ ആ പ്രതീക്ഷയുണ്ട്, അതിജീവനത്തിൻ്റെ സന്ദേശമുണ്ട് എന്നുള്ളത് കൂടിയാണ്. ഒരു നാട്, ഒരു രാത്രിക്കിപ്പുറവും എന്തെല്ലാം പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ജനതയായിരിക്കാം. നാളേക്കായി മാറ്റിവെച്ച എന്തെല്ലാം കാര്യങ്ങളുടെ അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു രാത്രി ഉണ്ടായിരുന്ന കണ്ണീര്, ആ രാത്രി ഉണ്ടായിരുന്ന മുറവിളികൾ, അതെല്ലാം ആ നാട് കേട്ട് എന്ത് ഭീതിയോടെയാണ്, എന്ത് ഭയമായിരുന്നു. കാരണം ആദ്യ ദിനം തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചീറിപ്പായുന്ന ആംബുലൻസുകൾ, തിങ്ങി നിറഞ്ഞ റോഡ് നിറയെ ആളുകൾ, അത്തരത്തിലൊരു ഭീകര അന്തരീക്ഷമായിരുന്നു ആ നാടാകെ. അത്തരത്തിലുള്ള ഒരു ആഘാതവുമാണ് ആ നാടിനുണ്ടായിരിക്കുന്നത്. മേപ്പാടി എന്ന എത്ര മനോഹരമായ കേരളത്തിലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്ന്, ഈ സൂചിപ്പാറയും 900 കണ്ടിയും എല്ലാം ഉൾപ്പെടുന്ന മേപ്പാടി, അവിടെയാണ് കൂടുതൽ ആളുകളെ ഈ വിനോദസഞ്ചാരികളെല്ലാം എത്തുന്നത്. ഒഡീഷയിൽ നിന്ന് വരെ എത്തിയവരുണ്ട്. അവരാണ് ഇപ്പോൾ ഈ ദുരന്തത്തിന് ഇരയായവർ. ഒന്ന് മടങ്ങേണ്ടവർ ഒരു ദിവസം കൂടി ഇവിടെ നീട്ടാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ദുരന്തത്തിന് ഇരയായവർ. അത്തരത്തിൽ ആ ജീപ്പ് ഓടിച്ചു പോയി
ഇല്ല എന്നെ തടയണ്ട, എനിക്ക് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു പോയ പ്രജീഷ്, ഇവരെല്ലാമല്ലേ ഈ നാടിന്റെ ഹീറോകൾ, ഈ നാടിനായി ഇനിയും പറയാനുള്ള പേരുകൾ, നമ്മുടെ ഭാവി തലമുറയെ നമുക്ക് പഠിപ്പിക്കാനുള്ള പേരുകൾ. കേരള സ്റ്റോറി എന്ന് മാത്രമല്ല, ഇന്ത്യൻ സ്റ്റോറി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കഥകൾ നമ്മൾ എത്ര കേൾക്കുന്നു. ഈ പ്രളയവും ഈ സിനിമകളായ തിരശീലയിലേക്ക് വന്നിട്ടുണ്ട്. ഇത്തരം കഥകളെല്ലാം തിരശീലകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ഈ എത്ര അഭിമാനത്തോടെ നമ്മൾ കണ്ടു. അത്തരത്തിൽ ഈ അതിജീവനത്തെയും നമുക്ക് കാണുന്നു. ഈ ഒരു അതിജീവനത്തിന്റെ കഥകളെ ഇനി നമുക്ക് പറയാൻ ബാക്കി ഉണ്ടാവേണ്ടതുള്ളൂ. മറ്റ് വേദനകൾ എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിജീവനമാണ് നമുക്ക് വേണ്ടത്. രാജ്യം ചേർത്ത് പിടിക്കുന്നുണ്ട് മുണ്ടക്കൈയെ, രാജ്യം ചേർത്ത് പിടിക്കുന്നുണ്ട് ചൂരൽമലയെ, രാജ്യം പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അവരുടെ വാക്കുകൾ കേൾക്കാൻ, ദുരന്തത്തിന്റെ വ്യാപ്തി അതിനിരയായവരിൽ നിന്നും നേരിട്ടറിയാൻ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി മടങ്ങും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മനുഷ്യരിൽ നിന്നെല്ലാം പറയാനൊരു കഥകളുണ്ടാവും. ഈ മനുഷ്യരിലെല്ലാം തന്നെ ദുരന്തത്തിന് ഉള്ള വ്യാപ്തി ഉണ്ടാവും. ഇവർക്കെല്ലാം സഹായകരങ്ങൾ ഏകണം എന്നുള്ളത് തന്നെയാണ്. അത് എന്തെല്ലാം പ്രഖ്യാപനങ്ങളായിരിക്കും എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് അതെല്ലാം കൈമേയും മറന്ന് പ്രവർത്തിക്കാൻ എല്ലാ സംഘടനകൾ, ഒപ്പം തന്നെ സർക്കാർ സംവിധാനത്തിലൂടെ ഉണ്ടാവുന്ന സഹായങ്ങൾ, ഇതിലെല്ലാം നമുക്ക് വേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഉണർവാണ്. അത് രാജ്യത്തിലൂടെ തന്നെ, രാജ്യം ഒറ്റക്കെട്ടായി തന്നെ ഇതിനെ പ്രതിസന്ധി അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രി നേരിട്ടെത്തിയതോടെ തന്നെ നമുക്കുണ്ടാകുന്ന ആശ്വാസം. നമ്മൾ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ തനിച്ചല്ല, നമ്മൾ ഒപ്പമുണ്ട്, നമ്മൾ ഈ പ്രതിസന്ധിയെ നേരിടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും കഥകളും വിലാപങ്ങളും നമ്മൾ കേട്ടു. ഇനി നമുക്ക് വേണ്ടത് പോസിറ്റീവായുള്ള വാർത്തകളെയാണ്. ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ മുന്നോട്ട് നോക്കി കാണുന്നവരെയാണ്. ഈ നൗഫലിനെയൊക്കെ നമ്മൾ കണ്ടു. കുടുംബത്തിലെ 12 പേരെ നഷ്ടപ്പെട്ട നൗഫലിനെയൊക്കെ നമ്മൾ കണ്ടു. പിന്നീടും ആ നൗഫലിനെ നമ്മൾ കാണുന്നുണ്ട്. വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുന്ന ഓരോ നിമിഷവും അതൊരു ഭാരമായി വിങ്ങലായി കിടക്കുന്ന നൗഫലിനെ നമ്മൾ കാണുന്നുണ്ട്. ആ സ്കൂളിലെ അധ്യാപകനെ നമ്മൾ കാണുന്നുണ്ട്. ഈ അരുണിനെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാം അതിജീവനത്തിൻ്റെ ശേഷിപ്പുകളാണ്. അതിജീവനമാണ്. ദുരന്തത്തിൻ്റെ അവശേഷിപ്പുകൾക്കും അപ്പുറം അതിനെല്ലാം മറികടക്കുന്ന പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റിയ നമ്മുടെ മുൻകാല ചരിത്രത്തെ പോലെ തന്നെ ഇതും നമുക്ക് പറയാനാകണം. അതിനുള്ള നിമിഷമാകട്ടെ ഇത് എന്നുള്ളത് തന്നെയാണ്. ഒരു നാട് ആകെ കാത്തിരിക്കുന്നുണ്ട്. ഈ പേരുകൾ മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ കേരളമാകെ ഇപ്പോൾ കേട്ടിരിക്കും. അതുവരെ ആ ഗ്രാമത്തെക്കുറിച്ചൊന്നും പരിചിതമല്ലാത്തവരായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തത്തിലൂടെ അതിന് കേൾക്കുമ്പോഴാണ് ആ നാടിൻ്റെ സൗന്ദര്യം അവർ പിന്നീട് അറിയുന്നത്. അങ്ങനെയുണ്ടായ നാട് ചന്നം ഭിന്നമായി പോയി എന്ന് നമുക്ക് ഇവിടെ നേരിട്ടെത്തിയപ്പോൾ പോലും മൺകൂനകളല്ലാതെ നമുക്കൊന്നും വ്യക്തമായിരുന്നില്ല. പിന്നീട് ഈ ഒരു പഴയ ദൃശ്യങ്ങൾ കാണുമ്പോഴായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്ന നാടാണ് ഇങ്ങനെ ആയതെന്ന് നമ്മൾ ഭൂപടത്തിലെ ഇല്ലാതെ മാഞ്ഞു പോയത്. ഇപ്പോഴും ഈ ചാലിയാറിൻ്റെ തീരത്ത് നിന്നും സൂചിപ്പാറയ്ക്ക് സമീപമൊക്കെ നിൽക്കുന്ന മൃതദേഹങ്ങൾ അതെല്ലാം ഒരു ഭാഗത്തുണ്ട്. അതെല്ലാം ഈ വേദനയായി തന്നെ, കറുത്ത അധ്യായമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ആ മുറിവ് നമുക്ക് മായാതെ കിടക്കുന്നു. പക്ഷേ ആ മുറിവ് ഉണക്കാൻ നമുക്കാകണം എന്നുള്ളതാണ് ഈ അതിജീവനത്തിലൂടെ. ഈ അതിജീവനം നമുക്ക് കാണണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എത്തി, നാടിനൊപ്പമുണ്ട് എന്ന സന്ദേശം, ഒപ്പം പല പാക്കേജുകളും പല പ്രഖ്യാപനങ്ങളും നമ്മൾ ആശിക്കുന്നുണ്ട്. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെത്തി ഇവരുമായുള്ള ആശയവിനിമയം, അതിനുശേഷം ഇവരുടെ പ്രതികരണങ്ങൾ കൂടി നമ്മൾ ഏറ്റവും ഉറ്റുനോക്കുന്നുണ്ട്. പ്രതികരണങ്ങൾ, പ്രധാനമന്ത്രിയുമായി സംസാരിച്ച കാര്യങ്ങൾ, ഇവർ പങ്കുവച്ച കാര്യങ്ങൾ, പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കേൾക്കാൻ ഓരോ കേരളീയരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പുരോഗമിക്കുകയാണ്. ആശുപത്രിയിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. പ്രജീഷ്.